ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ആജുബി റളിയല്ലാഹു അൻഹു ഈ ചൂളയുടെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു. തീ ഇങ്ങനെ കത്തുമ്പോ ചൂളയുടെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു. എന്നിട്ട് ആ 2 മേത്തട്ടവും എടുത്തിങ്ങ് വന്നിട്ട് അതാ യഹൂദിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. യഹൂദിയുടെ തുണി കരിഞ്ഞു പോയിരിക്കുന്നു. വരിതാവ് ഇബ്രാഹിം ലം യത്രിഖ്. എന്നിട്ടോ അതേ സമയത്ത് ഈ ഇബ്രാഹിം ലാജുദ്ദി തങ്ങളുടെ മേത്തട്ടം കരിഞ്ഞിട്ടില്ല. فقال إبراهيم هكذا يكون دخولنا في النار أنت تحترق وأنا أسلم. ഓ യഹൂദി, ഇതുപോലെ ഉണ്ടാകും. കടക്കലിൽ നമ്മൾ 2 പേരും കടക്കും. പക്ഷേ നീ അങ്ങ് കരിയും, ഞാൻ കരിയൂല. ഈ തട്ടം നിന്റെത് കരിഞ്ഞു, എന്റെ തട്ടം കരിഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിമുൽ ഖലീൽ, അതേ ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാം അതേ തീയിലേക്ക് നമ്രൂദ് വലിച്ചെറിഞ്ഞത് ഖുർആനിലില്ലേ? എന്നിട്ട് ആ തീയിൽ നിന്ന് ഒന്നും സംഭവിക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ഖുർആനിലില്ലേ? തീയിനെ കത്തിക്കുന്നവനാരാണ്? പൊള്ളിക്കുന്നവനാരാണ്? അത് അല്ലാഹുവല്ലേ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദൂ ബിഹി കൈദൻ ഫജഅൽനാഹുൽ അഖ്സരീൻ. ഇബ്രാഹിം നബി രക്ഷപ്പെട്ടത് ഖുർആനിലില്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. അമ്പിയാക്കൾ, ഔലിയാക്കളുടെ സംഭവങ്ങൾ ഖുർആനിലും ചരിത്രത്തിലും എത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ലാജുദിക്ക് പൊള്ളിയില്ല, അവരുടെ മേത്തട്ടം കത്തിയില്ല. യഹൂദിക്ക് കാണിച്ചു കൊടുക്കുന്നു, ഞങ്ങളെ കടക്കൽ ഇങ്ങനെയാണ്, നിന്റെ കടക്കൽ അങ്ങനെയല്ല. യഹൂദി അവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓ സഹോദരന്മാരെ, ഔലിയാക്കൾ, അരിഫീങ്ങൾ, സാലിഹീങ്ങൾ അവരുടെ മഹത്വം കണ്ടിട്ടല്ലേ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്? അവരുടെ കറാമത്തുകളല്ലേ ദീന് പ്രചരിക്കാൻ കാരണമായത്? അവരുടെ സ്വഭാവമല്ലേ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത്? അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരല്ലേ? ലഹും ദറജാത്ത്. അല്ലാഹു പറഞ്ഞില്ലേ അവർക്ക് വലിയ പദവിയാണ്. അവരനാവശ്യത്തിന് പോകുന്നില്ല, അനാവശ്യം തിരിഞ്ഞു നോക്കുന്നില്ല. അവരോ ഖുർആൻ കേട്ടാൽ, അതേ ദീനിന്റെ വിഷയങ്ങൾ കേട്ടാൽ അവർക്ക് വല്ലാത്ത ഭക്തി തന്നെ. ഈ ഭക്തിയോടുകൂടെ ജീവിക്കുന്നവരാണ് മഹാന്മാർ. അവർ ഉപദേശം തള്ളിക്കളയുന്നവരല്ല, ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ. വേള് കേട്ടാൽ പോരാ, വേളിൽ പറഞ്ഞതൊക്കെ ഖുർആനിലും ഹദീസിലുമുള്ള സംഗതികളാണ്. മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങളാണ്. അത് മഹാന്മാരായ പണ്ഡിതന്മാരവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അപാകതകളും തെറ്റുകളും വന്നെങ്കിൽ മാപ്പ് പറഞ്ഞ് അല്ലാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കണം. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അവൻ തന്നെ വെളിച്ചം കാത്തു സൂക്ഷിക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ ജീവിച്ചു മരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അതാ ഒരൊറ്റ ഒരു ഹദീസ് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുന്നു. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പോയിട്ട് ചോദിക്കുകയാണ്. അതാ റളിയല്ലാഹു അൻഹു, ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊണ്ട് നബി തങ്ങളോട് പോയി ആയിഷ ബീവിയോട് പോയി ചോദിക്കുകയാണ്, ഓ ആയിഷ ബീവി. ആയിഷ ബീവി മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആയിഷ ബീവിയെ കാണാൻ ചെന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുക എന്ന് പറഞ്ഞതിൽ അർത്ഥം നോക്കി കാണുകയെന്നല്ല. ആയിഷ ബീവിയിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി പോയതാണ്. ആ ഉമ്മയുടെ സമീപത്ത് ചെന്നപ്പോ ആയിഷ ബീവി മറയുടെ പിന്നിലാണ്. ആ മറയുടെ പിന്നിൽ വെച്ച് ആയിഷ ബീവി ചോദിക്കുന്നത്, എന്റെ ഉബൈദേ നീ നമ്മളെ സന്ദർശിക്കാത്തത്? ആയിഷ ബീവിയുടെ ചോദ്യം, ഖാല ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുർഹിബൻ തസ്ദദു ഹുബ്ബൻ. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കണം. തസ്ദദു ഹുബ്ബൻ എന്നാൽ ഹുബ്ബ് വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫഅഖ്ബിരീനാ ബിഅജബി ശൈഇൻ റഅയ്തഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്
അവിടുന്ന് നിങ്ങൾ കണ്ട ഉമ്മ, നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു തരുമോ? ഉടനെ തന്നെ ആയിഷ ബീവി അതാ കരയുന്നു. ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, കൊല്ലു അംരിഹി കാന അജബാ. ഓ ഉബൈദേ, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാ കാര്യവും അത്ഭുതമാണ്, എല്ലാ കാര്യവും അത്ഭുതമാണ്. അതാനി ഫീ ലൈലത്തി ഹത്താ വസജിൽദുഹു ജിൽദി. ഒരു രാത്രിയിൽ എന്റെ സമീപത്ത് വന്നു, എന്റെ തോലും അവിടുത്തെ തോലും തമ്മിൽ തൊട്ടു നിൽക്കുന്ന നിലക്ക് ഭാര്യയായ ഞാനുമായി തൊട്ടടുത്ത് തന്നെ വന്ന് കിടന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് കണ്ട അത്ഭുതങ്ങളിൽ നിന്ന് പറയാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സഹോദരന്മാര്, പാതിരാ സമയത്ത് പാട്ടും കൂത്തുമല്ലല്ലോ നമുക്ക് വേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതമല്ലേ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നിങ്ങളൊന്ന് നോക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അതേ എന്റെ സമീപത്ത് വന്നങ്ങ് കിടന്നു. പിന്നെ സുമ്മഖാല, പിന്നെന്നോട് പറഞ്ഞു, ദരീനി അതഅബ്ബദു ലിറബ്ബി അസ്സ വജല്ല. ആയിഷ, അധികം എന്നെ വിടൂ, ഞാൻ എന്റെ റബ്ബിന് ഇബാദത്ത് എടുക്കട്ടെ. എഴുന്നേറ്റ് പോയി അടുത്തുള്ള പാത്രത്തിൽ വെള്ളമെടുത്തു, ഒതുവെടുത്തു. പിന്നെ നിസ്കാരിക്കാരങ്ങ് നിന്നു. അവിടുന്ന് അതാ നിസ്കാരത്തിൽ കരയുന്നു, അവിടുത്തെ താടിയതാ നനയുന്നു. അവിടുന്ന് സുജൂദിൽ കിടക്കുന്നു. അവിടുത്തെ അതാ കണ്ണിൽ വലിക്കുന്ന വെള്ളം കൊണ്ട് ഭൂമി അതാ നനയുന്നു. അതേ, പിന്നീട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞങ്ങ് കിടന്നു. അങ്ങനെ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ബാങ്കിന് വേണ്ടി വിവരമറിയിക്കാൻ വരുന്നു. ബാങ്ക് കൊണ്ട് വിവരമറിയിക്കാൻ വരുന്നു. ചോദിക്കുന്നു, ഫഖാല യാ റസൂലല്ലാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, മാ യുബ്കീക ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. തങ്ങളെന്തിന് പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കാരം നിർവഹിച്ച് അവസാനം അവിടെ വലത്തോട്ട് തിരിഞ്ഞു കിടന്നിട്ടും അവിടുന്ന് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് നബിയേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫഖാൽ വൈഹക യാ ബിലാൽ വമാ യംനഉനി അൻ അബ്കിയ. ഞാൻ എങ്ങനെ കരയാതിരിക്കും ബിലാലേ? ഖദ് അൻസലല്ലാഹു തആല അലയ്യ ഫീ ഹാദിഹി ലൈലതി. ഈ രാത്രിയിൽ അല്ലാഹു എനിക്ക് ഇറക്കിയിട്ടില്ലേ ഒരായത്ത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, രാത്രിയുടെയും പകലുടെയും വ്യതിയാനത്തിലും ഇപ്പോൾ പകല് വളരെ കുറവല്ലേ? ഓ സഹോദരന്മാരെ, രാത്രി കൂടുതലല്ലേ? രാത്രിയും പകലും വ്യത്യസ്തമായി വരുന്നില്ലേ? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നമ്മൾ കാണുന്നില്ലേ? ചെറിയ ഉറുമ്പുകൾ മുതൽക്ക് ആനകൾ വരെ പടച്ചവന്റെ സൃഷ്ടികളില്ലേ? ചെറിയ പരടുകൾ മുതൽക്ക് വലിയ തെരണ്ടികളും തിമിംഗലങ്ങളും വരെ കടലിലുമില്ലേ? കരയിലുള്ളതിന്റെ എത്രയോ ഇരട്ടി കടലിലില്ലേ? കരയിലുള്ള സ്ഥലത്തിന്റെ എത്രയോ ഇരട്ടി കടലില്ലേ? അതിന്റെ പുറമെ കാട്ടിൽ എത്രയോ ജീവികളില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് അറിയാത്ത ജീവിയുണ്ടോ? അവൻ ഭക്ഷണം കൊടുക്കാത്ത ജീവിയുണ്ടോ? അവൻ നിയന്ത്രിക്കാത്ത വിഷയമുണ്ടോ? അതേസമയം നക്ഷത്രങ്ങളും അതേ ഗാലക്സികളും സൂര്യനും ചന്ദ്രനും അതേ ആകാശങ്ങളുമില്ലേ? സുബ്ഹാനല്ലാഹ്, സ്വർഗവും നരകവുമില്ലേ? സ്വർഗത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അവസരം തന്നെങ്കിൽ ഞാൻ നാളെ പറയാം. നമുക്കല്ല സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം തരട്ടെ, നരകത്തിൽ മോചനം നൽകട്ടെ. നമ്മുടെ ഇൽമിന്റെ സദസ്സുകളും സദഖയും ധർമ്മവും സംസാരവും അതിനുള്ള വഴിയായി അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ പാഠമില്ലേ? അതെ, അല്ലാഹ് പറയുകയാണ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലുടെയും വ്യതിയാനത്തിലും